അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെ സത്യം, പടച്ച റബ്ബ് സത്യം. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ വിറകുകൾ ശേഖരിക്കുവാൻ വേണ്ടി നിങ്ങളോട് നിർദ്ദേശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്നിട്ട് നമസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കുന്ന ബാങ്ക് കൊടുക്കുവാൻ ഒരാളോട് നിർദ്ദേശിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഇഖാമത്ത് കൊടുത്ത് അവിടുത്തെ നമസ്കാരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സുമ്മ ഉഖാലിഫു ഇലാ റിജാലിൻ ഫഉഹർരിഖ് അലൈഹിം ബുയൂതഹും, ആ സമയത്ത് പള്ളിയിലുള്ള ജമാഅത്ത് നമസ്കാരത്തിൽ ഉദ്റില്ലാതെ, തടസ്സങ്ങളില്ലാതെ, ശർഈയായ കാരണങ്ങളില്ലാതെ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ആളുകൾ അവരുടെ വീടുകളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഉഹർരിഖു അലൈഹിം ബുയൂതഹും, അവർ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും അവരെ വീടോടെ ചുട്ടുമൂടാൻ, കത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് റസൂലുള്ള അനുബന്ധമായി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലൗ യഅലമു അഹദുഹും അന്നഹു യജിദു അർഖൻ സമീന ഔ മിർമാതൈനി ഹസനതൈനി ലശഹിദൽ ഇശാ. ഇങ്ങനെ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പള്ളിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമുണ്ടെന്ന് അറിയിച്ചാൽ അത് ഒരു ആടിന്റെ നല്ല കുളമ്പാണെങ്കിലും ഇനി അല്പം മാംസം അവശേഷിക്കുന്ന ഒരു എല്ലാകട്ടെ എന്തുമാകട്ടെ ഭൗതികമായ ഒരു വിഭവം പള്ളിയിലുണ്ട് എന്നിവരോടെങ്ങാനും പറഞ്ഞാൽ അവർ ഇശാ നമസ്കാരത്തിന് പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപസ്വരത്തിൽ അത്തരം ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അഥവാ ദുനിയവിയായ നേട്ടം ലഭിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരുമായിരിക്കും. കാരണം അവർക്കൊരു തടസ്സമില്ലാതെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്ന ആളുകൾക്ക് യാതൊരു ന്യായവുമില്ല എന്ന് കടുത്ത ശൈലിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. ഞാൻ ഈ ഹദീസ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ മഹല്ലുകളിൽ 99% പുരുഷന്മാർക്കും പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുവാൻ ഏറെക്കുറെ സൗകര്യമുള്ളത് സുബ്ഹി ജമാഅത്താണ്. ഒരു പള്ളിയിൽ ആ മഹല്ലിന്റെ സുബ്ഹി ജമാഅത്തിൽ എത്ര പേര് പങ്കെടുക്കുന്നു എന്നതാണ് ആ നാട്ടിലുള്ള ദീനിനോട് താല്പര്യമുള്ള ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. ഒരു NRC വിവാദമുണ്ടാകുമ്പോൾ അത്തരം സമരങ്ങളിൽ ആവേശഭരിതരായി പങ്കെടുക്കുന്ന ആൾബലമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷിപ്പിക്കേണ്ടത്. പരിശുദ്ധ റമളാനിൽ മാത്രം പള്ളികളിൽ കണ്ടുവരുന്ന ആൾക്കൂട്ടമല്ല, ഏതെങ്കിലും വിശേഷ സന്ദർഭങ്ങളിൽ മാത്രം ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടമല്ല. സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ ജമാഅത്തായി ആളുകൾ പങ്കെടുക്കുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, ലൗ അലിമു അന്നഹും ലൗ ഹളറു സ്വലാത്ത് ലവജദു നഫ്അൻ ദുനിയവിയൻ മിനൽ മത്ഊമാതി മിസ്ല. പള്ളിയിലെ ജമാഅത്തിന് വരുമ്പോൾ ദുനിയവിയായി ഭൗതികമായി എന്തെങ്കിലും നേട്ടം ലഭിക്കുമെന്ന് തിരിച്ചറിയുന്നവരാണെങ്കിൽ അവർ ആ പള്ളിയിൽ വരും. നമസ്കാരത്തിന് മാത്രമായി പള്ളിയിൽ വരാൻ അവർക്ക് വലിയ താല്പര്യമുണ്ടാവില്ല. ഇശാ ജമാഅത്തിന് പള്ളിയിൽ ഇന്ന ഹാജിയാരുണ്ടാവും, അയാളെ ആ സമയത്ത് കാണാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്ന് ഇശാ ജമാഅത്തിന് ആ പള്ളിയിൽ ആളെ നമ്മൾ കാണുന്നു. അങ്ങനെ തൻ്റെ ഭൗതികമായ ഒരു ആവശ്യത്തിന് ഒരാളെ കണ്ടുമുട്ടാനുള്ള ഇടത്താവളമായി പള്ളികളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയാതെ പോകുന്നവരാണ്. അവരെ സംബന്ധിച്ച് വീണ്ടും ഹദീസുകളിൽ കാണാം, ദുനിയാവിനോടാണ് ഇവർക്ക് താല്പര്യം, ഭൗതികതയോടാണ് ഇവർക്ക് പ്രണയം. പരലോകത്ത് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല എന്നതുകൊണ്ടാണ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ അത്തരക്കാർ പങ്കെടുക്കാത്തത് എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസിന്റെ അനുബന്ധമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഇപ്പൊ സുബ്ഹി ജമാഅത്തിന്റെ പ്രത്യേകത, സുബ്ഹിക്ക് പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകൾ ആ സമയത്തോ അതിനു മുമ്പോ ഒരു ടൂർ യാത്രയുണ്ട് എങ്കിൽ
അവർക്ക് ഒരു ഉറക്ക തടസ്സവുമില്ല, അവർക്ക് ഒരുങ്ങി പുറപ്പെടാൻ പ്രയാസമില്ല. അവർ യാത്ര തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഭൗതികമായ ആവശ്യങ്ങൾക്ക് ഉറക്കമൊഴിക്കാനോ നേരത്തെ എഴുന്നേൽക്കാനോ തടസ്സമില്ലാത്ത ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ കാണിക്കുന്ന വിരക്തിയും വിമുഖതയും അവരുടെ ഈമാനിന്റെ ദുർബലതയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത്.